സോ ദ ഹാൻഡ് മാർവലിൽ നിന്നും പലർക്കും വലിയ പരിചയമില്ലാത്തൊരു സംഭവമാണ്. എന്താണ് ഹാൻഡ്, മാർവലിൽ എവിടെയാണ് ഹാൻഡ് വരുന്നത് എന്നൊക്കെ. നമ്മുടെ മാർവൽ നെറ്റ്ഫ്ലിക്സ് യൂണിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡെയർ ഡെവിൾ യൂണിവേഴ്സ് എന്ന് പറയാവുന്ന ആ ഒരു യൂണിവേഴ്സ് കണ്ടവർക്ക് ഹാൻഡ് എന്താണെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. എന്നാൽ നമ്മൾ അവഞ്ചേഴ്സ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു മാർവൽ ലോർ മാത്രം കണ്ടു പരിചയമുള്ളവർക്ക് ഈയിടെ ആയിട്ട് ഇറങ്ങിയ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറുകൾ കണ്ടപ്പോഴായിരിക്കും എന്താണ് ഈ ഒരു ഹാൻഡ്, ഇവർക്ക് സ്പൈഡർമാൻ ആയിട്ട് എന്താ ഡീൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ബിയോണ്ട്. സോ 1981 ഫ്രാങ്ക് മില്ലർ എന്ന് പറയുന്ന റൈറ്ററാണ് അന്നത്തെ ഡെയർ ഡെവിളിന്റെ കഥയ്ക്ക് വേണ്ടിയിട്ട് ഹാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് മാർവലിലേക്ക് കൊണ്ടുവരുന്നത്. കോമിക്സിൽ ഹാൻഡ് എന്ന് പറയുന്നത് പഴയ ഫ്യൂഡൽ ജപ്പാനിൽ ബീസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ദുഷ്ടശക്തിയെ ആരാധിച്ചിരുന്ന ഒരു ആൻഷ്യന്റ് നിഞ്ച കൾട്ട് ക്രിമിനൽ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ പക്ഷേ കോമിക്സിലേക്ക് വല്ലാണ്ട് ഡീപ്പായിട്ട് പോവാതെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇവരെങ്ങനെയാണെന്നാണ് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തെ കുറിച്ച് അറിയണം. അതിന്റെ പേരാണ് കൺലൻ. മാർവലിന്റെ തന്നെ അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന കഥയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൺലൻ. ഇതേ കൺലനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റേൺ ചൈന ടിബറ്റ് ഏരിയയിൽ മറ്റൊരു ഡയമെൻഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മിസ്റ്റിക്കൽ ഹിഡൻ സിറ്റിയാണിത്. ഷൗ ലവ് ദ അൺഡൈങ് എന്ന് പറയുന്ന അഥവാ അവരുടെ ഒരു ഹോളി ആയിട്ടുള്ള ഒരു ഡ്രാഗനാണ് ഈ ഒരു സ്ഥലം പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരുപാട് വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഇതങ്ങനെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതുമാത്രമല്ല അവിടെയുള്ള മോങ്സ് ചി എന്ന് പറയുന്ന ജീവന്റെ ശക്തി അഥവാ ലൈഫിന്റെ ഫോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് പല മിസ്റ്റിക്കൽ ആർട്സിന്, ഹീലിംഗിന്, ആയോധന കലകൾക്കൊക്കെ ഉപയോഗിക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഈ കൂട്ടത്തിൽ 5 പേര് ഈ ഒരു നോളജ് ദുരുപയോഗം ചെയ്ത് മരണത്തെ തോൽപ്പിക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചു. അത് മനസ്സിലാക്കി അവിടുത്തെ മാസ്റ്റേഴ്സ് അവരെ കണ്ടനിൽ നിന്ന് പുറത്താക്കുകയാണ്. ആ 5 പേര് പിന്നീട് അവരവർ ജനിച്ച നാടുകളിൽ പോയിട്ട് സ്വന്തമായിട്ടുള്ള ക്രിമിനൽ ഗ്യാങ്ങുകളൊക്കെ ഉണ്ടാക്കി അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വളരെ വലിയൊരു എംപയർ ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 പേരെ ദ 5 ഫിംഗേഴ്സ് എന്നും ഇവരുണ്ടാക്കിയെടുത്ത ഈ ഒരു വലിയ ഈവൽ ഓർഗനൈസേഷൻ യാമിനോട്ടെ അഥവാ ദ ഹാൻഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിൽ ഈസ്റ്റേൺ ഏഷ്യൻ ഏരിയകളൊക്കെ കൺട്രോളാക്കി തുടങ്ങിയ ഈ ഒരു ഓർഗനൈസേഷൻ പിന്നീട് യൂറോപ്പിലേക്കും ന്യൂയോർക്ക് വരെ അവരുടെ കൺട്രോളൊക്കെ സ്ഥാപിച്ച് വളരെ വലിയൊരു പവറായിട്ട് മാറി. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ന്യൂയോർക്കിലെ, അതായത് മാർവലിന്റെ സ്വന്തം ന്യൂയോർക്കിലെ വളരെ വലിയ കോർപ്പറേറ്റ് ശക്തികളായിട്ടുള്ള റോക്സോൺ കോർപ്പറേഷൻ, റാൻഡ് എന്റർപ്രൈസസ് ഇവരൊക്കെ ഇവരുടെ കൺട്രോൾ ആവുന്നുണ്ട്. ഹാൻഡിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ടോട്ടൽ കൺട്രോളും ഇമ്മോർട്ടാലിറ്റിയാണ്. സോ അടുത്തതായിട്ട് നമുക്ക് ഹാൻഡിന്റെ ഈ 5 ലീഡേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് അലക്സാൻഡ്ര റെയ്ഡ്. ദ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഡെയർ ഡെവിൾ യൂണിവേഴ്സിൽ പെടുന്ന സീരീസിലാണ് ഇവരെ 5 പേരെ കുറിച്ച് ആദ്യമായിട്ട് മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇവർ ഹാൻഡിന്റെ സുപ്രീം ലീഡർ ആയിട്ടാണ് കാണിക്കുന്നത്. ഹാൻഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ബ്ലാക്ക് സ്കൈ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരാണ്. അതെന്താന്ന് നമുക്ക് പോണ വഴിക്ക് പറയാം. രണ്ടാമത്തെയാണ് മാഡം ഗാവോ. ഹാൻഡിലെ തന്നെ വളരെ മിസ്റ്റീരിയസും പവർഫുള്ളും ആയിട്ടുള്ള ഒരു ചൈനീസ് ഒറിജിനായ ക്യാരക്ടറാണ് മാഡം ഗാവോ. ന്യൂയോർക്കിലെ മറ്റും പല വൻകിട കോർപ്പറേഷനുകളെ ഹാൻഡിന്റെ ഫോൾഡിലേക്ക് കൊണ്ടുവരുന്നത് ഇവരാണ്. ഹാൻഡിന്റെ മൊത്തം ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ തല ഇവരാണെന്ന് പറയാം. ഡെയർ ഡെവിൾ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ പല സീരീസുകളിലായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഇവര്. ദ തേർഡ് വൺ ഈസ് ദ ബക്കൂട്ടോ. ഹാൻഡിന് വേണ്ടി യങ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരെ ട്രെയിൻ ചെയ്തെടുത്ത് നിഞ്ച അസാസിൻസ് ആക്കുന്ന ഡ്യൂട്ടി ബക്കൂട്ടോ ആണ് ചെയ്യുന്നത്. ബേസിക്കലി പബ്ലിക്കിന് മുന്നിൽ ഇയാൾ ഒരു സെൻസെയാണ്. നാലാമത്തെ ആളാണ് ഹാൻഡിന്റെ ജാപ്പനീസ് ലീഡർ ആയിട്ടുള്ള മുറാക്കാമി. വളരെ ട്രഡീഷണലിസ്റ്റും ആയോധന കലകളിലൊക്കെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മുറാക്കാമി. ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് സൊവാൻഡെ. ഹാൻഡിലെ തന്നെ ഒരു സ്ട്രോങ്ങസ്റ്റ് കമാൻഡർ ആണെന്ന് അറിയപ്പെടുന്നു. ബേസിക്കലി ഇയാൾ ഒരു ആഫ്രിക്കൻ വാർലോഡും മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റും ആണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ വന്നത്, ഈ ഹാൻഡ് വളരെ പവർഫുൾ ആയതിനു ശേഷം പലപ്പോഴായിട്ട് കൺലൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺലനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹാൻഡിനെ നശിപ്പിക്കാനുമായിട്ടാണ് അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ള സൂപ്പർ ഹീറോസിന്റെ പോലെ അയൺ ഫിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ആളല്ല, അതൊരു പൊസിഷനാണ്. പല കാലങ്ങളായിട്ട് പലരും കൈമാറി വരുന്ന ഒരു ശക്തിയാണത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വേറൊരു വീഡിയോ തന്നെ ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. സോ നമ്മൾ അതിലേക്കൊന്നും എന്തായാലും പോകുന്നില്ല. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇതേപോലെ ഹാൻഡിന് ഒരു എലൈറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ വെപ്പൺ വേണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ബ്ലാക്ക് സ്കൈ എന്ന് പറയുന്ന ഒരു ഫൈറ്ററിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് MCUല് ഇത് എലക്ട്ര നാച്ചുസ് എന്ന് പറയുന്ന ഡെയർ ഡെവിളൊക്കെ ആയിട്ട് ഭയങ്കര ബോണ്ടിങ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതെന്തൊക്കെയായാലും നമ്മൾ ഈ പറഞ്ഞു വന്ന 5 പേര് നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനവരെ സഹായിക്കുന്നത് കൺലനിൽ നിന്ന് അവരന്ന് മരണത്തെ തോൽപ്പിക്കാൻ കണ്ടെത്തിയ ആ ഒരു മെത്തേഡ്. പക്ഷെ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. അതാണ് ഡ്രാഗൺ ബോൺ എക്സ്ട്രാക്ട്. പ്രാചീന കൺലനിൽ നമ്മൾ ഷൗലോ എന്ന് പറയുന്ന ഒരു ഡ്രാഗനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ടായിരുന്നതും അതിന്റെയൊക്കെ അസ്ഥികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഒരു സബ്സ്റ്റൻസ് ചില പ്രത്യേക റിച്വൽസും മിസ്റ്റിക്കൽ പരിപാടികളൊക്കെ ചേർത്ത് പ്രായം കുറവുള്ള ആളുകളുടെ ബ്ലഡ് കളക്ട് ചെയ്ത് നിറച്ച ഒരു സ്പെഷ്യൽ പാത്രത്തിൽ മരിച്ച ശരീരത്തിന് അടച്ചു വെച്ച പിന്നീട് സമയമാകുമ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയിട്ടായിരിക്കും. ഹാൻഡിന് വളരെ വേണ്ടപ്പെട്ട ബ്ലാക്ക് സ്കൈ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെ റിട്രീവ് ചെയ്തിട്ടുണ്ട്.
അതിപ്പോ എങ്ങനെ വെട്ടിക്കൊന്ന ആളാണെങ്കിലും എല്ലാം ഹീലായിട്ടായിരിക്കും അന്ന് തിരിച്ചു വരിക. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളെ എത്ര തവണ പിന്നെ കുത്തിക്കൊന്നാലും അയാൾ വീണ്ടും തിരിച്ചു ജീവനോടെ വരും. ഇനി അയാൾ തിരിച്ചു വരരുത് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ തല വെട്ടി മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു ബോഡി മുഴുവനായിട്ട് കത്തിച്ച് കളയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്സ്റ്റൻസ് ഒരു കാലയളവ് കഴിഞ്ഞാൽ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ തീരും, വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇനിയാണ് നമ്മൾ ബ്രാൻഡ് ന്യൂ ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെയർ ഡെവിൾ യൂണിവേഴ്സിലെ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസിന്റെ കഥയിലേക്ക് പോകണം. സോ അത് കാണാത്തവർക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് സ്പോയിലർ ആയിരിക്കും. നമുക്കത് ഷോർട്ട് ആൻഡ് ക്വിക്ക് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. കണ്ണിൽ നിന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ സബ്സ്റ്റൻസിന്റെ സ്റ്റോക്ക് തീരാൻ പോവാന്ന് മനസ്സിലാക്കിയ ഹാൻഡ് ന്യൂയോർക്ക് സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിൽ വളരെ കാലം മുമ്പ് മരിച്ച ഈ ഒരു സൈക്രഡ് ഡ്രാഗന്റെ അസ്ഥികൾ ഉണ്ടെന്നും അതാണ് അവരുടെ അവസാനത്തെ സ്റ്റോക്ക് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ന്യൂയോർക്കിൽ അവരുടെ സകല ഹോൾഡും യൂസ് ചെയ്തിട്ട് മിഡ്ലാൻഡ് സർക്കിൾ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ കയ്യിലാക്കിയിട്ട് അതിന്റെ മറവിൽ ഭൂമിക്കടിയിലേക്ക് അത് തുറന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീരീസിന്റെ അവസാനം അയൺ ഫിസ്റ്റും ഡെയർ ഡെവിളൊക്കെ അടങ്ങുന്ന ഡിഫൻഡേഴ്സ് ടീമും ഒന്ന് ഹാൻഡിനെ തോൽപ്പിക്കുകയും മിഡ്ലാൻഡ് സർക്കിളും തുരങ്കൊക്കെ ഇടിഞ്ഞു വീണതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഹാൻഡിലെ 5 പേരും മരിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഡെയർ ഡെവിൾ സീസൺ 2, അയൺ ഫിസ്റ്റ്, ദ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഈ 3 സീരീസുകളുടെയും കോണ്ടെക്സ്റ്റിൽ ഹാൻഡിന്റെ പ്രധാനികളൊക്കെ മരിച്ചു എന്നും ഹാൻഡിന്റെ കഥ ഓൾമോസ്റ്റ് തീർന്നു എന്നുമാണ് മാർവൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെ കഥ പറയേണ്ടി വന്നത് എന്താന്ന് വെച്ചാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലറിൽ ഹാൻഡിന്റെ നിഞ്ച അസാസിൻസ് സ്പൈഡർമാൻ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ്ലി മാർവലിൽ കാണിക്കുന്നതൊക്കെ എപ്പോഴും ഈ റെഡ് കോസ്റ്റ്യൂം ഇട്ടുള്ള നിഞ്ചാസിനെയാണ്. സോ ഓൾറെഡി ഹാൻഡിന്റെ കഥ ക്ലോസ് ആയി എന്ന് പറയുന്നു. അപ്പൊ ഈ കാണിക്കുന്നത് ഏത് ഹാൻഡ് ആണെന്നുള്ളതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല ട്രെയിലറിൽ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഹാൻഡ് അസാസിൻസിന്റെ ഒക്കെ മൊത്തം സ്റ്റൈലും വെപ്പൺസും ഒക്കെ മാറിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിപ്പോ ഏത് ഹാൻഡാണ്, ഹാൻഡിനെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നൊക്കെ മാർവൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഒരു പേഴ്സണൽ കാൽക്കുലേഷനിൽ വിൽസൺ ഫിസ്ക് അഥവാ നമ്മുടെ കിങ് പിൻ തന്നെ ആയിരിക്കും മിക്കവാറും ഹാൻഡിന്റെ പിന്നിൽ ഉണ്ടാവുക. കാരണം വിൽസൺ ഫിസ്കിന് വളരെ മുമ്പ് തന്നെ മാഡം ഗാവുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല സ്പൈഡർമാൻ ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ വിട്ട് സ്ട്രീറ്റ് ലെവൽ ഫൈറ്റിംഗിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് മിക്കവാറും വിൽസൺ ഫിസ്കിന്റെ എനിമിയായിട്ട് സ്പൈഡർമാൻ വരും. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയ്ക്കാണ് ഹാൻഡിനെ കുറിച്ച് ബ്രാൻഡ് ന്യൂ ഡേയുടെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇതിലും കൂടുതൽ പറയാനുണ്ടെങ്കിലും അത് വേറെ പല സീരീസിന്റെയും കഥകളിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ബ്രാൻഡ് ന്യൂ ഡേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. സോ ദിസ് ഈസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.